വി.ഡി. സതീശൻ ബി.ജെ.പിക്കാരെ സ്ഥിരം കാണുകയാണെന്ന് വിമർശനം ഉന്നയിച്ച് മുൻ മന്ത്രിയും എം.എൽ.എയുമായ മുഹമ്മദ് റിയാസിന് കണക്കിന് കൊടുത്തിട്ടുണ്ട് വി.ഡി. സതീശൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിമർശനം ഉന്നയിച്ചത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വിമർശിച്ചത്. അതിന് മറുപടി പറഞ്ഞ വി.ഡി. സതീശൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നായിരുന്നു. പല വിഭാഗങ്ങളിൽ നിന്നുമുള്ളവർ തന്നെ കാണുവാൻ വരും. പ്രതിപക്ഷ അധ്യാപക സംഘടനയിലെ ആളുകൾ കാണാൻ വന്നപ്പോഴും താൻ ഒരേ മനസ്സോടെ സ്വീകരിച്ച കാര്യവും സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. RSS ബന്ധമുയർത്തി സതീശനെ പൂട്ടാനുള്ള റിയാസിന്റെ ശ്രമം അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായ പിണറായി വിജയന്റെ RSS ബന്ധം തെളിവ് സഹിതം പുറത്തുവിട്ടാണ് സതീശൻ പ്രതിരോധിച്ചത്. താൻ ഹിന്ദു ഐക്യവേദിക്കാരെ രഹസ്യമായിട്ടല്ല കണ്ടതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരസ്യമായി ജനങ്ങൾക്കിടയിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയൻ RSS നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി കണ്ടതുപോലെയല്ല താൻ പെരുമാറിയതെന്നും അദ്ദേഹം തുറന്നടിച്ചതോടെ റിയാസിന് കിട്ടാനുള്ളത് കിട്ടി എന്ന് തന്നെ പറയാം. കോൺഗ്രസിന്റെയോ UDFന്റെയോ മാത്രം മുഖ്യമന്ത്രിയല്ല താനെന്നും തന്നെ കാണാൻ വരുന്ന ആരെയും താൻ തടയാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമരക്കാർ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ താൻ കണ്ട് അവരുടെ നിവേദനങ്ങൾ സ്വീകരിക്കാറുണ്ട്. NSS നേതൃത്വവുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അസൗകര്യങ്ങൾ കാരണം ഉടൻ തന്നെ അവരെ നേരിൽ കാണുമെന്നും പിന്നീട് വി.ഡി. സതീശൻ ഉറപ്പു നൽകി. RSS ബന്ധം ചൂണ്ടിക്കാട്ടി സതീശനെ ഒന്ന് വട്ടം കറക്കാമെന്ന് മാത്രമാണ് റിയാസ് കരുതിയത്. എന്നാൽ ഒന്ന് കൊടുത്ത് 1000 തിരികെ വാങ്ങിയതുപോലെ മിണ്ടാതെ തന്നെ കേൾക്കുകയാണ് റിയാസിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂവെന്നും പറയേണ്ടി വരും. സതീശന്റെ റിയാസ് വധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ദേശാമാനിൽ വന്ന വാർത്ത എന്താ? MSc വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്ന ഇടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MScയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനിയില്ല. മന്ത്രിസഭ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എന്താ പുനഃസംഘടന? അല്ല, ഇപ്പൊ പുനഃസംഘടന ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഏത് റിപ്പോർട്ട് എവിടെ വൈകിയെന്നാണ് നിങ്ങൾ തീരുമാനിച്ച പോരെ? ഇത് ഇല്ല, ഇത്രയും മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒക്കെ കൊടുത്ത വാർത്തയിലെ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലായി. അല്ലല്ല, അബദ്ധമാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. പറഞ്ഞല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങളാണല്ലോ ഈ വാർത്ത ഉണ്ടാക്കിയത്. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും പറഞ്ഞല്ല. നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങളിപ്പോൾ അത് വഴിയിലായി. ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതാണ്. അത് അപ്പം അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിൽക്ക് എല്ലാവരും കൂടി ചോദിക്കില്ല. നിങ്ങളപ്പം അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങളപ്പം അറിഞ്ഞാൽ മതി എന്താണ് ഇതിൻ്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനമെടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. സമയം ലഭിക്കാത്തതാണോ അതോ മറ്റെന്തെങ്കിലും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഡിസിഷൻ എടുക്കുന്നതിലെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ?
കൈരളിയിൽ നിന്ന് വന്ന നിർഭനായ LDF യോഗം ചേരാത്തതിനെ പറ്റി ഒരു പരാതിയില്ല. UDF ഞങ്ങൾ കുറേ ആദ്യം നടപടി അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. UDF എപ്പോൾ യോഗം തീരുമാനിക്കും? അതൊക്കെ വരുമെന്നേ, അതൊക്കെ സമയത്ത് വരും. അതൊന്നും മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ മുന്നണിയും പാർട്ടിയൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതെല്ലാം മനസ്സിലായി. ഇനി അടുത്തത് വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു. ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ 2 പേര് എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPM-ൻ്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ 100 കണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു. അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. അതൊക്കെ പരിശോധിക്കാം നമുക്ക്. തെറ്റായ വാർത്തയാണ്. അദ്ദേഹം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിൻ്റെ തയ്യാറെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഫോണുണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാർത്ത, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞാണോ പറഞ്ഞില്ല എന്നറിയില്ല, ഒരു യോഗത്തിൽ ഞാനിങ്ങനെ ഇത് കൊടുത്തില്ല എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല, വാർത്ത വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇത് നിങ്ങൾ കേട്ടോ, തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആലുവയിലുള്ള വസതിയിൽ ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് കണ്ടു, എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പോയി. അതിനും വന്ന് ആരോപണം. അതിനെന്താ, ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. ആര് വന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാണ്. അദ്ദേഹം MLA കൂടിയല്ലേ. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ? ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും സംഘടനയുടെ ആളുകളായിട്ടും എത്രയോ സാമുദായ സംഘടനകളാണ് വരുന്നത്, എത്രയോ ബിഷപ്പ്മാരാണ് ഇവിടെ വരുന്നത്. സമസ്തയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം വന്നു കണ്ടിരുന്നു. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അതുണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെന്താ?